ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ചായക്കടയിലൊക്കെ കഴിക്കാറുള്ള അതേ ടേസ്റ്റിലുള്ള പക്കാവടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാമല്ലേ. അപ്പോൾ നമുക്കിതിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മൈദ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ പച്ചരിപ്പൊടി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി, പിന്നെ കറി ലീവ്സ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 നുള്ള് കായം, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂണ് അപ്പം ബാറ്ററാണ് കേട്ടോ. പുളിച്ച ബാറ്ററാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ബാറ്ററാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കുക. നിങ്ങളൊരു 1/2 കപ്പ് വെള്ളം ചേർക്കാദ്യം, എന്നിട്ട് നോക്കിയിട്ട് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ കുറേ വെള്ളം ചേർക്കണ്ട. നമ്മളിത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഫെർമെൻ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലൂസാവും. ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. എനിക്ക് കറക്റ്റ് 1/4 കപ്പ് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കണം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു ബാറ്ററിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലോട്ടോ ബാറ്റർ വേണ്ടത്. അധികം ലൂസുമല്ല നല്ലോണം തിക്കുമല്ല, ഒരു രീതിയിലാക്കിയെടുക്കുക. ഇനി നമ്മളിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറേശ്ശേ ഇട്ട് കൊടുക്കുക കേട്ടോ, വലിയ സൈസിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സ്പൂൺ വെച്ചും ചെയ്യാം. ഞാൻ കഴിയുന്നതും ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വലുതായി കിട്ടും. പക്കാവട എന്ന് പറയുമ്പോൾ നല്ലോണം ചെറിയ സൈസിലാണ് നമ്മൾ കാണാറുള്ളത്. ഗോളി ബജിയൊക്കെ പോലെ അത്ര വലിയ സൈസിലല്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഉണ്ട് സെയിം മെഷർമെൻറ്റിൽ. നമുക്ക് ഇത്രയും ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പക്കാവടയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.